പുൽപ്പള്ളി KVM UP സ്കൂളിലെ ഈ 1Bയിലാണ് ആൽഫ്രഡ് പഠിച്ചത്. അപ്പോൾ ഈ സ്കൂളിലിപ്പോൾ ആൽഫ്രഡ് ഇല്ലാത്ത ക്ലാസ് മുറിയാണ്. ഇവിടെ നമുക്ക് ടീച്ചർ ഉണ്ട്. ടീച്ചർ, ആൽഫ്രഡ് ഇവിടെ ആയിരുന്നല്ലോ പഠിച്ചതല്ലേ? അതെ, നല്ല ഒതുക്കമുള്ള സ്വഭാവമായിരുന്നു. ആരോടും അങ്ങനെ കയറിയിട്ട് സംസാരിക്കൊന്നുമില്ല. കുറച്ച് ദിവസമൊക്കെ ലീവായിരുന്നു. ആകെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അമ്മയുടെ ഓപ്പറേഷനായിരുന്നു, അപ്പോൾ അതിന് കുറച്ച് ലീവായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കും. എന്നും അങ്ങനെ ചെയ്യുക. നമ്മൾ പിടിച്ച് സെക്കൻഡ് ബെഞ്ചിലോ തേർഡ് ബെഞ്ചിലോ കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് വീണ്ടും ബാക്ക് ബെഞ്ചിലെ പോയിരിക്കുക. പിന്നെ ആരും എന്ത് ചെയ്താലും തിരിച്ചാരും ഒന്നും ചെയ്യില്ല. നമ്മളോടൊന്ന് പറയും, ടീച്ചറെ എന്നെ അവൻ ഇങ്ങനെ ചവിട്ടി, അങ്ങനെ പറയുക ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയി എന്ത് സംസാരിച്ചാലാണ് ആളൊന്നും ഇങ്ങോട്ട് തിരിച്ച് പറയുള്ളൂ. പക്ഷെ വെള്ളിയാഴ്ച പതിവിലും സാധാരണ പോലെ പിള്ളേരോടായാലും എന്നോടായാലും നല്ലപോലെ വർത്തമാനം പറയായിരുന്നു. ഇങ്ങോട്ട് വന്ന് വർത്തമാനം പറയായിരുന്നു. പിന്നെ കളിക്കാനും പോട്ടേനൊക്കെ ചോദിച്ചിട്ട് നല്ല ആക്റ്റീവായിരുന്നു കുട്ടി. അപ്പം ഞാനും ചോദിച്ചു, ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ ഇവിടെ, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് അമ്മയുടെ കൂടെ പുറത്തു പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ സാധാരണ കാഷ്വലായിട്ട് പറയണ പോലെ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഇവിടുന്ന് അച്ഛമ്മ വിളിക്കുമ്പോഴാണ് അറിയണത് അങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന്. എന്നാലും അതിൻ്റെ തീവ്രത നമുക്ക് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുണ്ടായിരുന്നത്. ആൽഫ്രഡ് ഇരിക്കാറുള്ളത് തേർഡ് ബെഞ്ചിൽ. ഇതാ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്യത്തിൻ്റെ ഉള്ളിലിരിക്കാറ് ആൽഫ്രഡ്. ഇനി ആൽഫ്രഡ് ഈ ബെഞ്ചിൽ ഇവിടെ ഇരിക്കാനില്ല. അവസാനത്തെ ബെഞ്ചിൽ പോയിരുന്നാലും ടീച്ചർ ഇവിടെ പിടിച്ചിരുത്തുമായിരുന്നെന്നാണ് അധ്യാപിക പറഞ്ഞത്. ആൽഫ്രഡിന് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന വാൻ ഡ്രൈവറും പറഞ്ഞത് ആൽഫ്രഡ് സാധാരണഗതിയിൽ സംസാരിക്കാറില്ല, പക്ഷേ വെള്ളിയാഴ്ച അവൻ കാര്യമായി സംസാരിച്ചു എന്ന് ടീച്ചറും പറഞ്ഞതാണ്. അമ്മയുടെ കൂടെ പുറത്തു പോകാനുള്ളൊരു സന്തോഷമായിരുന്നു അന്ന് ആൽഫ്രഡ് പ്രവേശിച്ചത്. പക്ഷേ ആ പുറത്തു പോകാനുള്ള യാത്രയാണ് അവരുടെ അന്ത്യയാത്രയുമായി മാറിയത്. മൽഘോഷിനൊപ്പം G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.